ഞാൻ ഈ ബോർഡിൽ രണ്ട് മോളിക്യൂൾസ് എഴുതുന്നു. H2O, CO3 2- വാട്ടർ ആൻഡ് കാർബണേറ്റ് അയൺ. ഇതിൽ ആദ്യത്തെ മോളിക്യൂൾ ന്യൂട്രലാണ്, ചാർജ് ഇല്ലല്ലോ. ഇതിന് മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചാർജ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഈ മോളിക്യൂളിലെ ഇൻഡിവിജ്വൽ ആറ്റങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു ആറ്റത്തിനും ചാർജ് ഇല്ല. ഇതിന് ചാർജ് ഇല്ല, ഇതിനും ചാർജ് ഇല്ല, ന്യൂട്രലാണ്. അതേസമയം CO3 എന്നതിന്റെ മുകളിൽ 2 മൈനസ് ചാർജ് കാണുന്നുണ്ടല്ലോ. അതെന്താണെന്ന് അറിയാവോ? അത് ആ കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ മോളിക്യൂളിന്റെ ഹോൾ ചാർജാണ്. അല്ലാതെ ഓക്സിജന്റെ മുകളിൽ എഴുതിയത് കൊണ്ട് അത് ഓക്സിജന്റെ ചാർജ് അല്ല. ഓക്കെ, കാർബണിന്റെ ചാർജോ അല്ലെങ്കിൽ ഓക്സിജന്റെയോ ഇൻഡിവിജ്വൽ ആറ്റത്തിന്റെ ചാർജ് അല്ല. അത് മോളിക്യൂളിന്റെ മൊത്തത്തിലുള്ള ചാർജാണ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മൾ പുതിയൊരു ചാർജിനെ കുറിച്ച് പറയാൻ വേണ്ടി പോവാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഫോർമൽ ചാർജ്. പുതിയൊരു ചാർജ്, ഫോർമൽ ചാർജ്. ഈ ചാർജിന്റെ പ്രത്യേകത, സാധാരണ ഒരാറ്റത്തിന് ആ ചാർജ് കിട്ടുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ലോസ് ചെയ്യണം. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയോ ഇലക്ട്രോൺ ലോസ് ചെയ്യുകയോ ചെയ്യാതെ ഒരു മോളിക്യൂളിലെ ആറ്റങ്ങൾക്ക്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ്റങ്ങൾക്ക് നമ്മൾ ഒരു ചാർജ് കൊടുക്കാൻ പോവാണ്, ഒരു ചാർജ് അസൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ ചാർജ് കിട്ടിയത് എങ്ങനെയല്ല? ലോസ് ഓഫ് ഇലക്ട്രോണോ ഗെയിൻ ഓഫ് ഇലക്ട്രോണോ വഴിയല്ല. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ചാർജ് കൊടുക്കുന്നു. എന്താ ഇതിന്റെ ആവശ്യം എന്തുവാ? ഒരു ഫോർമാലിറ്റിക്ക് കൊടുക്കുന്ന ചാർജാണ് ഫോർമൽ ചാർജ്. ഫോർമൽ ചാർജ് ആക്ച്വലി ആ ചാർജ് കൊണ്ട് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു നമ്മൾ പറയും. ആ ചാർജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു മോളിക്യൂൾ ABC എന്നുള്ള മോളിക്യൂളിൽ എയുടെ ഫോർമൽ ചാർജ് +1, ഇതിന്റെ -1, ഇതിന്റെ 0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ എന്ന ആറ്റം ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തു എന്നോ ബി എന്ന ആറ്റം ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു എന്നോ അർത്ഥമില്ല. ഒരു പ്രത്യേക തരം ചാർജ് നമ്മൾ അസൈൻ ചെയ്യാൻ പോകണം. ദാറ്റ് മീൻസ് ആക്ച്വലി ഇറ്റ് ഈസ് എ ഫേക്ക് ചാർജ്. ഇറ്റ് ഈസ് എ ഫേക്ക് ചാർജ്. നമ്മൾക്ക് അസൈൻ ചെയ്യാൻ പോകുന്ന ചാർജ് ഒരു ഫേക്ക് ചാർജ് ആണ്, അല്ലെങ്കിൽ അതിന് അപ്പാരന്റ് ചാർജ് എന്ന് പറയും. അപ്പാരന്റ് ചാർജ്, അപ്പാരന്റ് ചാർജ്. ഈ ചാർജ് എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്, എന്തിനാണ് അതിന്റെ ഒരു ആവശ്യകത എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും. എന്തിനാണ് ഇതിന്റെ ആവശ്യകത, എങ്ങനെയാണ് ഈ ചാർജ് കൊടുക്കുന്നത്? നമുക്ക് ഈ രണ്ടിന്റെയും ഉത്തരം പറയാം. അപ്പോ ഈ ചാർജ് പോലെ അല്ല, ഈ ചാർജ് എവിടെ കാണുന്ന ചാർജ് ഉണ്ടല്ലോ, അത് ഫോർമൽ ചാർജ് അല്ല. ഓക്കെ, ഫോർമൽ ചാർജ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിലെ ഓരോ ആറ്റത്തിനും കൊടുക്കുന്ന ചാർജാണ്. ഓക്കെ ഓക്കെ അപ്പോ എന്താണ് ഫോർമൽ ചാർജ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ആൻ അപ്പാരന്റ് ചാർജ് ഓർ എ ഫേക്ക് ചാർജ്. ഓക്കെ, it is an apparent charge, apparent or fake charge, fake charge assigned to each atom in a molecule, each atom in a molecule. Okay okay അപ്പൊ ഒന്നുകൂടി പറയുന്നു, ഇതെങ്ങനെ കിട്ടുന്നതല്ല, ബൈ ലോസ് ഓഫ് ഇലക്ട്രോണോ ബൈ ഗെയിൻ ഓഫ് ഇലക്ട്രോണോ അല്ല. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ നമ്മളെ മുമ്പിൽ ബാക്കിയായി. എങ്ങനെയാണ് ഈ അപ്പാരന്റ് ചാർജ് കൊടുക്കുന്നത്, എന്തിനാണ് ഈ അപ്പാരന്റ് ചാർജ് കൊടുക്കുന്നത്? ഓക്കെ, അപ്പോൾ ഈ അപ്പാരന്റ് ചാർജിന്റെ അല്ലെങ്കിൽ ഫോർമൽ ചാർജിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ തൽക്കാലം അത് മാത്രം മതി. ഓക്കെ, എന്തെന്ന് പറഞ്ഞാല് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചില മോളിക്യൂളുകൾക്ക് ഒന്നിൽ കൂടുതൽ ലൂയിസ് സ്ട്രക്ചറുകൾ പോസിബിൾ ആണ് എന്നാണ്. ചില മോളിക്യൂളുകൾക്ക് ഒന്നിൽ കൂടുതൽ ലൂയിസ് സ്ട്രക്ചർ പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഏതാണ് ആ മോളിക്യൂളിന്റെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള, മോർ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോം എന്ന് നമ്മൾ കണ്ടെത്തണം.
ഓക്കെ, അതായത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം ഏതാണെന്ന് കണ്ടെത്തണം. അതിന് നമുക്ക് ഈ ഫോർമൽ ചാർജ് എന്നുള്ള കോൺസെപ്റ്റ് ഉപകരിക്കും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. ഓക്കെ, അപ്പൊ ഞാൻ ഉപയോഗം പറഞ്ഞു. എന്താണ് ചില മോളിക്യൂളുകൾക്ക് ലൂയിസ് സ്ട്രക്ചർ അസൈൻ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ലൂയിസ് സ്ട്രക്ചറുകൾ പോസിബിൾ ആയിട്ട് വരും. അതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം, മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോം ഏതാണ് എന്ന് കണ്ടെത്താൻ ഫോർമൽ ചാർജ് കൊണ്ട് സാധിക്കും. അത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന മോളിക്യൂളിന്റെ ലൂയിസ് സ്ട്രക്ചർ നിങ്ങളോട് വരക്കാൻ പറഞ്ഞു. എങ്ങനെ വരക്കും? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് കണ്ടെത്തുക. എത്രയാണ്? കാർബണിന്റെ 4, 2 ഓക്സിജന്റെ ഓരോന്നിന്റെയും 6, 12, 16 ഇലക്ട്രോൺസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡില് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അതിൽ സെൻട്രൽ ആറ്റം ആരാണ്? നിസ്സംശയം പറയാം, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ള കാർബൺ. അത് സെൻട്രലാക്കിയിട്ട് ബാക്കി 2 ഓക്സിജൻ 2 സൈഡിൽ എഴുതുക. ഓക്കെ അല്ലേ? ഇനി ഈ 2 ആറ്റങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സിംഗിൾ ബോണ്ട് കൊടുക്കുക. ഓക്കെ, സിംഗിൾ ബോണ്ട് കൊടുക്കുക. അറിയാലോ, കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഇനി പറ, എത്ര ഇലക്ട്രോണുകൾ നമ്മൾ ഉപയോഗിച്ചു? ഇതൊരു ഇലക്ട്രോൺ പെയർ, ഇതൊരു ഇലക്ട്രോൺ പെയർ, 4 ആയിട്ട്. ബാക്കി എത്രയുണ്ട്? 12. ഇനി എന്ത് ചെയ്യണം? സെൻട്രൽ ആറ്റം അല്ലാത്ത ആറ്റങ്ങളുടെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയോ എന്ന് നോക്കുക. ഇല്ല, ഓക്സിജന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 6 എണ്ണം കൂടി വേണം. 2, 4, 6. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ? 6. അതാക്കി കൊടുക്കാം, ഇയാൾക്ക് കൊടുക്കാം. അങ്ങനെ ഈ ഓക്സിജന്റെ വാലൻസി പൂർത്തിയായി. ഈ ഓക്സിജന്റെയും വാലൻസി പൂർത്തിയായി. സോറി, വാലൻസി അല്ല, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. വാലൻസി അല്ല, ഇതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി, ഇതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. പക്ഷെ സെൻട്രൽ ആയിട്ടുള്ള കാർബൺ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ? അല്ല. എത്രയാണ്? ഇതിന് 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ടോട്ടൽ 4 ഇലക്ട്രോൺസ് ആണ് കാർബണിന്റെ ചുറ്റുമുള്ളത്. 4 കുറവുണ്ട്. അപ്പൊ എന്താക്കണം? ഇനി 4 കൊടുക്കാൻ ബാക്കി ഇവിടെ 4 ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ചുറ്റുള്ള ഓക്സിജനുമായി ചേർന്നിട്ട് മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുക. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുമ്പോൾ 3 ഓപ്ഷനുകൾ പോസിബിൾ ആണ്. എങ്ങനെ നോക്കും? 1, ഈ ഒരു ഇലക്ട്രോൺ പെയർ ഈ കാർബണുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ ഒരു ഇലക്ട്രോൺ പെയർ ഇതുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ എന്താവും? നേരെ നോക്കണേ, കാർബൺ ഈ ഒന്നിവിടെ ഷെയർ ചെയ്താൽ ഡബിൾ ബോണ്ട് ആയി. അപ്പോ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല. 2, 4, 6 ആയി. ഇനി 2 കുറവുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രോൺ പെയർ കൂടി ഈ പട്ടായില് 3, 6, 8. ഇത് ഒരു പോസിബിലിറ്റി. അതായത് ഈ ഓക്സിജന്റെ 2 ഇലക്ട്രോൺ പെയറുകൾ കാർബണുമായിട്ട് മൾട്ടിപ്പിൾ ബോണ്ടിങ്ങിൽ ഏർപ്പെടുക. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കോ, ഇതിന്റെ ഒരു ഇലക്ട്രോൺ പെയർ, ഇതിന്റെ ഒരു ഇലക്ട്രോൺ പെയർ. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ, കാർബൺ, ഓക്സിജൻ ഓൾറെഡി ഉള്ള സിംഗിൾ ബോണ്ട്, ഇതിങ്ങോട്ട് നീങ്ങിയാലുണ്ടാകുന്ന ഡബിൾ ബോണ്ട്, ഇതിങ്ങോട്ട് നീങ്ങിയാലുണ്ടാകുന്ന ഡബിൾ ബോണ്ട്, ബാക്കി 2 ലോൺ പെയർ, 2 ലോൺ പെയർ. ഇത് വേറൊരു പോസിബിലിറ്റി. കെട്ടായി, എല്ലാവരും കെട്ടായില്ലേ? 2, 4, 6, 8, 2, 4, 6, 8, 2, 4, 6, 8. അടുത്ത പോസിബിലിറ്റി, ഈ കാർബണുമായിട്ട് മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാക്കുന്നത് ഈ ഓക്സിജൻ. നേരത്തെ ഇതല്ലേ? അപ്പൊ മൂന്നാമത്തെ ചോയ്സ് സി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ടാവുള്ളൂ, ഇവിടെ 3 ലോൺ പെയർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇത് 3 എണ്ണവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ എന്താണ്? ലൂയിസ് സ്ട്രക്ചർ. അപ്പൊ ഇതിൽ 1 മാത്രമേ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത്, 1 മാത്രമാണ്. അത് ഇതാണോ, ഇതാണോ, ഇതാണോ എന്ന് നമുക്ക് അറിയണം. ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആക്ച്വൽ ലൂയിസ് സ്ട്രക്ചർ? കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഏത് രീതിയിലുള്ള ബോണ്ടിങ് ആണ്? ഇതാണ്, ഇതാണ്, ഇതാണോ? എപ്പോഴും ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് സ്റ്റെബിലിറ്റി കൂട്ടാനും അതേപോലെ എനർജി കുറക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ ഏതാണ് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടിയ സ്ട്രക്ചർ? അത് നമുക്ക് ഈ ഫോർമൽ ചാർജ് എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ടെത്താം.
ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുക, ഫോർമൽ ചാർജ് എന്ന് പറയുന്നത് ആക്ച്വൽ ചാർജ് അല്ല, അതൊരു അപ്പാരന്റ് ചാർജ് ആണ്, ഫേക്ക് ചാർജ് ആണ്. അപ്പോൾ അതിന്റെ ആവശ്യകത ഞാൻ ഇപ്പൊ പറഞ്ഞു, ഏകദേശം പറഞ്ഞു, ഫുൾ ആയിട്ടില്ല. ഒന്നിൽ കൂടുതൽ ലൂയിസ് സ്ട്രക്ചർ പോസിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകളിൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഏതാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അത് പറയുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുന്നത്? ഫോർമൽ ചാർജ് എന്നുള്ളത് ഒന്നുകൂടി പറയുന്നു, അത് ഒരു മോളിക്യൂളിന്റെ മൊത്തത്തിലുള്ള ചാർജ് അല്ല, ഇതുപോലുള്ള മൊത്തത്തിലുള്ള ചാർജ് അല്ല. SO2 മൈനസ് NH4+ എന്ന് പറയുമ്പോൾ ആ മോളിക്യൂളിന്റെ മൊത്തത്തിലുള്ള ചാർജ് അല്ല, ഒരു മോളിക്യൂളിലെ ഓരോ ആറ്റത്തിനും അസൈൻ ചെയ്യുന്ന ചാർജാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇനി ഞാൻ എങ്ങനെയാണ് പിന്നെ എന്താ പറയാ ഫോർമൽ ചാർജ് അസൈൻ ചെയ്യുന്നത് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഇത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ 3 സ്ട്രക്ചർ ഇവിടെ ഇരിക്കട്ടെ, നമുക്കത് ആവശ്യം വരും, പിന്നീട് ആവശ്യം വരും. അപ്പൊ ഫോർമൽ ചാർജ് കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു, കേൾക്കണേ, ഫോർമൽ ചാർജ് ഓഫ് an atom in a molecule. Okay, formal charge of an atom in a molecule is equal to, കേൾക്കണേ, ആ ആറ്റത്തിന്റെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് കണ്ടെത്തുക. ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് എത്ര? എന്താ? ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, ആ വാലൻസ് ഇലക്ട്രോണിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് ആണ് അതിന് ചുറ്റും അൺപെയർഡ് ആയിട്ടുള്ളത്, പെയറിംഗിൽ ഏർപ്പെടാതെയുള്ളത്, അൺഷെയർഡ് ആയിട്ടുള്ളത് എന്ന് നോക്കുക. ഓക്കെ, അത് മൈനസ് ചെയ്യുക. ഈ ടോട്ടൽ വാലൻസ് ഇലക്ട്രോണിൽ നിന്നും ടോട്ടൽ അൺപെയർഡ് ഇലക്ട്രോൺസ് മൈനസ് ചെയ്യുക. ഓക്കെ, ടോട്ടൽ അൺപെയർഡ് ഇലക്ട്രോൺസ് മൈനസ്, ഒന്നുകൂടി മൈനസ് ചെയ്യണം. എന്തിനാ അറിയാവുക? ഇത് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അതിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് ഷെയറിംഗിൽ ഏർപ്പെടാതെ ലോൺ പെയർ ആയിട്ട് കിടക്കുന്നു, മൈനസ് എത്ര ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടത് എന്ന് നോക്കുക. ഓക്കെ, ടോട്ടൽ ബോണ്ടഡ് ഇലക്ട്രോൺസ്, ചുറ്റുമുള്ള ബോണ്ടഡ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ ബോണ്ടഡ് ഇലക്ട്രോൺസ്, എന്നിട്ട് അതിന്റെ ഹാഫ് എടുക്കുക, ഹാഫ് ഓഫ് ദി ടോട്ടൽ ബോണ്ടഡ് ഇലക്ട്രോൺസ്. ഇതാണ് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് മൈനസ് ടോട്ടൽ അൺപെയർഡ് ഇലക്ട്രോൺസ് മൈനസ് ഹാഫ് ഓഫ് ദി ടോട്ടൽ ബോണ്ടഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം, എന്നിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ, നമ്മുടെ ഓസോണിന്റെ ഓർമ്മയുണ്ടോ? സ്ട്രക്ചർ ഓർമ്മയുണ്ടോ കുഞ്ഞോളെ? O3 എന്നാണ് ഫോർമുല അല്ലേ? O3 ആണ് ഫോർമുല. അപ്പൊ 3 ഓക്സിജൻ ആറ്റങ്ങൾ ഓർമ്മയുണ്ടാവും. ഓക്കെ, എത്രയാണ് പിന്നെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ്? 6. ഇതില് നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ പോവാണ്. 18. ഓരോ ബോണ്ട് കാണിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ടെർമിനൽ ആയിട്ടുള്ള ആറ്റങ്ങളുടെ വാലൻസ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുക. 2 എണ്ണം ഉണ്ട്, 4, 6, 8. 4, 6, 8. ഓക്കെ, 12 എണ്ണം ഉപയോഗിച്ചു. 16 എണ്ണം ഉപയോഗിച്ചു. ബാക്കി 2 എണ്ണം അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ്, ഇതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ്, ഇതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. അപ്പൊ അതിനു വേണ്ടി എന്താക്കുന്നു? ഒരു ഓക്സിജന്റെ ഒരു ബോണ്ടഡ് ഇലക്ട്രോൺ എന്താക്കുന്നു? സോറി, ഒരു ലോൺ പെയർ എന്താക്കുന്നു? നമ്മൾ ബോണ്ടിങ്ങിൽ, മൾട്ടിപ്പിൾ ബോണ്ടിങ്ങിൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ഇപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഓസോൺ എന്ന മോളിക്യൂളിന്റെ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതിൽ ഓരോ ഓക്സിജൻ ആറ്റത്തിനും നമ്മൾ പിന്നെ ഫോർമൽ ചാർജ് കണ്ടെത്താൻ പോവാണ്. ഇത് 1ാമത്തെ ഓക്സിജൻ, ഇത് 2ാമത്തെ ഓക്സിജൻ, ഇത് 3ാമത്തെ ഓക്സിജൻ. ഓക്കെ, നമുക്ക് ആദ്യം 1ാമത്തെ ഓക്സിജന്റെ ഫോർമൽ ചാർജ് ഓഫ് ഫസ്റ്റ് ഓക്സിജൻ O1 കണ്ടുപിടിക്കാം. എങ്ങനെ? ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ്, ഏത് ഓക്സിജനിലും 6 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഏത് ഓക്സിജനിലും 6 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. ഇനി എത്രയാണ് അൺപെയർഡ് ഇലക്ട്രോൺസ്? 2, 4. ഈ 2 എണ്ണമാണ് അല്ലെ, ഈ 2 പേരാണ് അൺപെയർഡ്. സോ 6 മൈനസ് 4. ഓക്കെ, ഇനി എന്താണ്? ഇതിന് ചുറ്റുമുള്ള ബോണ്ട് ഇലക്ട്രോൺസ് എത്ര? 2, 4 അല്ലെ. അപ്പോ -4/2. ഓക്കെ, അപ്പൊ എത്രയാണ്? 6 മൈനസ് 4 മൈനസ് 2. ഓക്കെ, അപ്പൊ എത്രയാണ്? അതിന്റെ ഫോർമൽ ചാർജ് 0.
ഒന്നാമത്തെ ഫോർമൽ ചാർജ് 0. ഓക്കെ, ദെൻ ഫോർമൽ ചാർജ് ഓഫ് സെക്കൻഡ് ഓക്സിജൻ എത്രയാണ്? ബാലൻസ് ഇലക്ട്രോൺസ് 6. എത്രയാണ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്? 6. മൈനസ് എത്രയാണ് ബോണ്ടഡ് ഇലക്ട്രോൺസ്? 2. അപ്പോ 2/2. 6 - 6 0 -1. സോ -1 ആണ് രണ്ടാമത്തെ ഓക്സിജൻ ആറ്റത്തിന്റെ ഫോർമൽ ചാർജ്. ഇനി ഫോർമൽ ചാർജ് ഓഫ് O3, ഇത് ഓസോണിൽ നിന്ന് വായിച്ചിട്ടല്ല, മൂന്നാമത്തെ ഓക്സിജൻ എന്നേ ഉള്ളൂ കേട്ടോ. മൂന്നാമത്തെ ഓക്സിജൻ എന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് 6. ഇനി അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്രയാണ്? 2. മൈനസ് എത്രയാണ് ബോണ്ടഡ്? 2 4 6. അപ്പൊ 6/2. സോ 6 - 2 4 -3 +1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർമൽ ചാർജ് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് വരക്കുന്നത് അറിയാം. നേരെ നോക്കോ, ഓക്സിജൻ നേരെ കാണണം. ഫോർമൽ ചാർജ് അസൈൻ ചെയ്തിട്ട് ഇതിന്റെ ചാർജ് 0, ഇതിന് ചാർജ് ഇല്ല. രണ്ടാമത്തെ എത്രയാണ്? -1. സോ ഇറ്റ് ഹാസ് -1 ചാർജ്. -1 കാണിക്കലില്ല, ഇതിന് പ്ലസ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് ഓസോണിലെ 3 ഓക്സിജൻ ആറ്റങ്ങളുടെ എന്താ പറയാ ഫോർമൽ ചാർജ്. സംശയമില്ലല്ലോ? ഇല്ല. അപ്പൊ ഫോർമൽ ചാർജ് എങ്ങനെ കണ്ടെത്തുന്നു എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിലെ ഓരോ ആറ്റത്തിന്റെയും ഫോർമൽ ചാർജ് കണ്ടെത്താം. ഓക്കെ, ആദ്യം ഈ കാർബൺ ഡൈ ഓക്സൈഡ് 3 അല്ലല്ലോ. അപ്പോ ഈ 3 കാർബൺ ഡൈ ഓക്സൈഡിലെയും ഓരോ ആറ്റങ്ങളുടെ ഫോർമൽ ചാർജ് കണ്ടെത്താം. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഓക്സിജന്റെ ഫോർമൽ ചാർജ് എത്രയാണ്? ബാലൻസ് ഇലക്ട്രോൺസ് 6. അൺപെയ്ഡ് ഇലക്ട്രോൺസ് 1. ബോണ്ടഡ് ഇലക്ട്രോൺസ് 3 6. അപ്പൊ 6 - 3 6/2. ഓക്കെ, സോ 6 - 5 - 3. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു +2. അപ്പൊ ഈ ഓക്സിജന്റെ ഫോർമൽ ചാർജ് +2. ഡൗട്ട് ഇല്ലല്ലോ. 6 ബാലൻസ് ഇലക്ട്രോൺസ്, അൺപെയ്ഡ് ഇലക്ട്രോൺസ് 2 കേട്ടോ. അൺപെയ്ഡ് ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺസ്, 2. അപ്പോ 6 - 4 6 - 2 4. സോ +1 ചാർജ്. ഇനി അടുത്തത് ഈ ഓക്സിജന്റേത് നോക്കാം. 6 -6 അല്ലെ, -2/2. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു -1. സോ ഇതിൻ്റെത് +1, ഇതിൻ്റെത് -1. ഓക്കെ, ദെൻ ഇനി ഈ കാർബൺ എത്രയാണ് നോക്കാം. കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 4. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. -1 3 6 8. 8 ബോണ്ടഡ് ഇലക്ട്രോൺസ് /2. അപ്പൊ 4 - 4 വിച്ച് 0. അപ്പൊ ചാർജ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫോർമൽ ചാർജ് ഒന്നാമത്തെ +1, ഇതിന്റെ -1, ഇതിന് ചാർജ് ഇല്ല, 0. അതേപോലെ ഇവിടെ നേരത്തെ വരും. ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് 0. ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക. ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ ഈ ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺസ് 6. ഒന്നാമത്തെ ഓക്സിജന്റെ -4. അൺപെയ്ഡ് ഇലക്ട്രോൺസ് 4. പെയ്ഡ് ഇലക്ട്രോൺസോ 2 4. 4/2. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 6 - 4 - 2 0. അപ്പൊ ഈ ഓക്സിജന്റെ ഫോർമൽ ചാർജ് 0. അതേപോലെ ഇവിടെ കണ്ടുപിടിച്ചാൽ ഇതും ഫോർമൽ ചാർജ് 0. കാർബണിന്റെ ഫോർമൽ ചാർജും 0 ആയിരിക്കും. നോക്കിക്കോ, കാർബണിന്റെ 4, വാലൻസ് ഇലക്ട്രോൺസ് 4, അൺപെയ്ഡ് ഇലക്ട്രോൺസ് 0. ഓക്കെ,
2 4 6 8 8/2 which is equals to എല്ലാത്തിനും ഫോർമൽ ചാർജ് 0 ആണ്. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ ഫോർമൽ ചാർജ് അസൈൻ ചെയ്യുന്ന എങ്ങനെ കിട്ടിയില്ലേ? ഇനി ഫോർമൽ ചാർജ് ഉപയോഗിച്ചിട്ട് ഏതാണ് മോസ്റ്റ് സ്റ്റേബിൾ ഫോം എന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത് അതാണ് പറയാൻ പോകുന്നത്. ഏത് സ്ട്രക്ചറിലെ ആറ്റങ്ങൾക്കാണോ ഫോർമൽ ചാർജ് ലീസ്റ്റ് ആയിട്ട് വരുന്നത്, ഏറ്റവും കുറവായിട്ട് വരുന്നത് എവിടെയാണോ അതിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. ഓക്കെ, ഫോർമൽ ചാർജ് ലീസ്റ്റ് ആയിട്ട് വരുന്നതിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 3 ഫോർമൽ ചാർജ് മനസ്സിലാവുന്നുണ്ടോ? ചാർജ് ഇല്ലാത്ത രീതിയിൽ വരണം, ചാർജ് വളരെ കുറഞ്ഞുകൊണ്ട് വരണം. പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ചാർജ് വളരെ കുറഞ്ഞുകൊണ്ട് വരണം. ഓക്കെ, അപ്പൊ ഇവിടെ തീരെ ചാർജ് ഇല്ലാത്ത അവസ്ഥ വരുന്നു. അപ്പൊ ഈ 3 മോസ്റ്റ് സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നത് ഈ നടുക്കത്തെ ഫോമാണ്. ഓക്കെ ആണോ? അതേസമയം ഞാൻ നേരത്തെ വരച്ച ഓസോൺ ഉണ്ടല്ലോ, ഓസോൺ 2 രീതിയിൽ വരച്ചാലും ഒരേപോലെ +1 -1 0 അങ്ങനെ വരുള്ളൂ അല്ലെ? നേരത്തെ അവിടെ +1 അല്ല 0 +1 -1 വന്നു, അത് തിരിച്ചിട്ട് വന്നാലും -1 0 +1 അങ്ങനെ വരുള്ളൂ. അപ്പൊ 2ലും ഒരേപോലെയാണ്. കേൾക്കുന്നുണ്ടാ? 2ലും ഒരേപോലെയാണ് എന്ത് ഫോർമൽ ചാർജ് വരുന്നത്. അപ്പൊ 2ഉം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോമാണ്, സ്റ്റേബിൾ ഫോമാണ്. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ ഈ 3 ഇതാണ് മോസ്റ്റ് സ്റ്റേബിൾ ഫോം. സംശയമില്ലല്ലോ? ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയത് SO4 2-. ഓക്കെ, SO4 2- ബോണ്ടിങ് നോക്കാം. ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ടോട്ടൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? സൾഫറിൽ 6, ഓരോ ഓക്സിജനിലും 6, അപ്പൊ 6 4 24. ഓക്കെ, +2 അപ്പൊ 32 ഇലക്ട്രോൺസ് ഉണ്ട്. എന്ത് ചെയ്യണം? സൾഫർ ആണ് സെൻട്രൽ ആറ്റം, ബിക്കോസ് അതിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവ്. 4 ഓക്സിജൻ ആറ്റങ്ങൾ ചുറ്റുഭാഗത്തായിട്ട് വെക്കുക. ഓക്കെ, ഒരു ബോണ്ട് വരക്കുക. അപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉപയോഗിച്ചു? 8 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 24 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ നോക്കുക. ഇല്ല, ഓരോ ഓക്സിജനും ഇനി 6 ഇലക്ട്രോൺസ് വീതമാണ്. 2 4 6 2 4 6 2 4 6 2 4 6 അങ്ങനെയാണെങ്കിൽ 24 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി സൾഫറിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ? 2 4 6 8 കംപ്ലീറ്റ് ആണ്. അപ്പൊ ഇതാണ് SO4 ചാർജ്, അല്ല സോറി SO4 ലൂയിസ് സ്ട്രക്ചർ. അതിലൊരു 2- ചാർജ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി ലൂയിസ് സ്ട്രക്ചർ ഓഫ് SO4 2-. നമ്മൾ പഠിച്ച രീതിക്കാണെങ്കിൽ ഇതാണ് SO4 2- ലൂയിസ് സ്ട്രക്ചർ ആണല്ലോ. ഇനി നോക്ക്, ഞാൻ ഇതിൽ ഓരോ ആറ്റത്തിന്റെയും പിന്നെ ഫോർമൽ ചാർജ് കണ്ടെത്താൻ പോവാണ്. ഫോർമൽ ചാർജ് ഓഫ് സൾഫർ, സൾഫറിന്റെ ഫോർമൽ ചാർജ് കണ്ടെത്താം. സൾഫറിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 6 ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇവിടെ ഇല്ലല്ലോ, 0. മൈനസ് ബോണ്ടഡ് ഇലക്ട്രോൺസ് എത്രയാ? 2 4 6 8 8/2. അപ്പൊ 6 - 4 2 കിട്ടും. അപ്പൊ സൾഫറിന്റെ ഫോർമൽ ചാർജ് +2. ഓരോ ഓക്സിജന്റെയും ഫോർമൽ ചാർജ് നോക്ക്. ഫോർമൽ ചാർജ് ഓഫ് ഓക്സിജൻ എല്ലാ ഓക്സിജനും ഒരേപോലെ തന്നെയല്ലേ? അപ്പൊ അതിൽ 1 കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പൊ എന്താണ്? 2 ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് 6 മൈനസ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്ര? 2 4 6 മൈനസ് പെയ്ഡ് ഇലക്ട്രോൺസ് 2 2/2. സോ -1. ഓക്കെ, അപ്പൊ ഇതിന് +2 ചാർജ് ഉണ്ട്. ഇത് -1 മൈനസ് മൈനസ് മൈനസ്. ഇതാണ് ഓരോന്നിന്റെയും ഫോർമൽ ചാർജ്. അപ്പോ എങ്ങാനും ഇതിന്റെ ഫോർമൽ ചാർജ് കുറയാനൊരു സാധ്യത ഉണ്ടെങ്കിൽ, കേൾക്കണേ, ഫോർമൽ ചാർജ് കുറയാനൊരു സാധ്യത ഉണ്ടെങ്കിൽ അവരെന്താക്കും? ആ സാധ്യത ഉപയോഗപ്പെടുത്തും. കേൾക്കണേ, ഫോർമൽ ചാർജ് കുറയാനൊരു സാധ്യത ചോയ്സ് ഉണ്ട് എങ്കിൽ അവർ ആ സാധ്യത ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ഫോർമൽ ചാർജ് കുറയണമെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി ഏറ്റവും കുറയാവുന്നത് ഏതാണ്? 0 ആണ് അല്ലെ? അപ്പൊ ഈ +2 ക്വാണ്ടിറ്റി, സൾഫറിന്റെ +2 ക്വാണ്ടിറ്റി 0 ആവണമെങ്കിൽ എന്താവണം? വാലൻസ് ഇലക്ട്രോൺസ് മാറില്ലല്ലോ, 6 തന്നെയാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇവിടെ ഇല്ല.
അപ്പൊ ഇതെന്താവണം, ഇത് 0 ആവണമെങ്കിൽ ഇത് 8/2 എന്നുള്ളത് 6/2 എന്നാണ്. സോറി 6/2 അല്ല 12/2 എന്നാണ് അല്ലെ. 8/2 എന്നുള്ളത് 12/2 എന്നാണെങ്കിൽ 6 - 6 0 ആയിട്ട് വരും. അതായത് ബോണ്ടഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം 12 എണ്ണം വരണം. ഇപ്പൊ 10 അല്ലത് 12 എണ്ണം വരണം. 12 വരണമെങ്കിൽ എന്താക്കണമെന്ന് അറിയാവുക, ഇതില് ഓരോ ഓക്സിജന്റെ ഓരോ ഇലക്ട്രോൺ പേര് ഇവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെടണം. അപ്പൊ 2, 4, 8, 12. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇനി നമുക്ക് സൾഫറിന്റെ ഓക്സിജന്റെയും ഫോർമൽ ചാർജ് നോക്കാം. ഫോർമൽ ചാർജ് ഓഫ് സൾഫർ എത്ര? 6 - 0. പിന്നെ ബോണ്ടഡ് ഇലക്ട്രോൺസ് 12 ആയി. 12/2 എത്രയാ? ടോട്ടൽ എത്രയായി? 0 ആയി. ഇനിയിപ്പോ എല്ലാ ഓക്സിജനും ഒരുപോലെയാണ് ഇപ്പോൾ ഉള്ളത്? അല്ലല്ലോ. ഈ ഓക്സിജനെ പോലെ, ഈ 2 ഓക്സിജനെ പോലെ അല്ല ആ 2 ഓക്സിജൻ. അപ്പൊ ഇതിന് 1, 2, 3, 4 എന്ന് വിളിച്ചാൽ 1നും 2നും ഒരേപോലെയാണത്. സോ ഫോർമൽ ചാർജ് ഓഫ് 1 and 2, ഓക്സിജൻ 1 and 2, ഓക്സിജൻ 1 and ഓക്സിജൻ 2 എത്രയാ? 6 - 6 - 2/2 -1. ഇനി ബാക്കി ഓക്സിജൻ ഫോർമൽ ചാർജ് ഓഫ് O3 and O4. ഓക്കെ, അപ്പൊ എന്താണ് O3 എത്രയാണ്? O3 6 വാലൻസ് ഇലക്ട്രോൺസ് 6, 4 മൈനസ് ബോണ്ടഡ് ഇലക്ട്രോൺസ് 2, 4, 4/2. ഓക്കെ, അപ്പൊ 6 - 4 - 2 0. അപ്പോൾ ഇതിനും ചാർജ് ഇല്ല, ഇതിനും ചാർജ് ഇല്ല. ഇതിനൊരു -1 ചാർജ്, ഇതിനൊരു -1 ചാർജ്. അപ്പൊ നേരത്തെ ഉള്ളതിനേക്കാളും എന്താ പറയാ, ടോട്ടൽ ഫോർമൽ ചാർജ് കുറഞ്ഞില്ലേ? നല്ലോണം കുറഞ്ഞില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സൾഫറുടെ SO4 അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോം ഇതാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം. അങ്ങനെയാണെങ്കിൽ സൾഫറിന്റെ ഒക്ടറ്റിനേക്കാളും കൂടുതലായിട്ട് 2, 4, 6, 8, 10, 12 ആയിട്ട് സൾഫറിന് ആണ്. സൾഫർ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്ന ആളല്ല. പല കോമ്പൗണ്ടുകളും സൾഫർ ഒക്ടറ്റ് ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, അത് നമ്മൾ അടുത്ത സെക്ഷനിൽ പറയും. ഒക്ടറ്റിന്റെ ഫെയിലിയർ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇതാണ് SO4 മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോം ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം ഇതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഇതാണ് വരച്ചിട്ടുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്കിയിട്ട് നിങ്ങൾ ഇത് ഇങ്ങനെയാണ് വരച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇത് ശരിയാണ്, തെറ്റൊന്നുമല്ല, ഇത് ശരി തന്നെ. ഇത് വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ വേറെ ചില ടെക്സ്റ്റുകളിൽ ഇവിടെ 2 ബോണ്ട് കാണുന്നുണ്ട് എങ്കിൽ അത് എങ്ങനെ വന്നു എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ പാടില്ല. വന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ അടുത്ത സെക്ഷനിൽ നമുക്ക് എന്താ പറയാ, പുതിയൊരു ടോപ്പിക്കുമായി കാണാം. ഓർമ്മ വേണം, ഫോർമൽ ചാർജ് ഈസ് ആക്ച്വലി ആൻ അപ്പാരന്റ് ചാർജ് ഓർ ഫേക്ക് ചാർജ്. ഓക്കെ, അപ്പൊ ഒന്നിൽ കൂടുതൽ എന്താ പറയാ സ്ട്രക്ചറുകൾ അസൈൻ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമൽ ചാർജ് അസൈൻ ചെയ്യുന്നത്. എങ്ങനെ അസൈൻ ചെയ്യുന്നു എന്നും സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം എങ്ങനെ കിട്ടുന്നു എന്നും നമ്മൾ പറഞ്ഞു. ഇനി ഇതേ ഒന്നിൽ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമുകൾ വരുമ്പോൾ അതിൽ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം കണ്ടെത്തുന്നതിന് നമ്മളിപ്പോൾ പുതിയൊരു കോൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ പേരാണ് റെസൊണൻസ്. അത് നമ്മൾ വേറൊരു സെക്ഷനിൽ തീർച്ചയായിട്ടും